മുനമ്പം വിഷയത്തിൽ ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ചയ്ക്ക് വിളിച്ചതിന് പിന്നാലെയാണ് കെ.വി. തോമസ് കോഴിക്കോട് ആർച്ച് ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഭൂവിഷയത്തിൽ പരിഹാരം വൈകുന്നതിൽ സർക്കാരിനെതിരെ ക്രൈസ്തവ സഭകൾ നേരത്തെ രൂക്ഷമായി രംഗത്ത് വന്നിരുന്നു. വഖഫ് നിയമ ഭേദഗതിയെ തുറന്ന മനസ്സാലെ സഭ സ്വീകരിക്കുകയും ചെയ്തു. വഖഫ് ഭേദഗതിയിൽ BJP പറഞ്ഞു പറ്റിച്ചെന്ന വികാരം സഭാ നേതൃത്വത്തിനിടയിൽ ശക്തമാകുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. നമ്മുടെ കാര്യങ്ങൾ നടക്കണം. അതെവിടെ നിന്ന് വരുന്നു? ആരാണ് ചെയ്തു തരുന്നത്? അവരെ അനുകൂലിക്കുന്നതല്ല, അവർ നമ്മൾക്ക് ചെയ്തു തരുന്നു. അവരുടെ ഒരു ജനറോസിറ്റി അല്ലേ അത്. ഈ സുരക്ഷിതത്വം നഷ്ടപ്പെട്ട ഒരു ജനതയാണ്. ഏതാണ്ട് 610 കുടുംബങ്ങൾ അവർക്ക് സുരക്ഷിതത്വം ഇല്ലാതെയായി. മനുഷ്യരേറ്റവും ആവശ്യമായിട്ടുള്ള ഈ സെക്യൂരിറ്റി എന്ന് പറയും, അതില്ല. കാരണം ഇത് ഇപ്പോൾ മാഷ് പറയായിരുന്നു, ക്രയം നടത്താനുള്ള അവകാശം അവർക്കുണ്ടാവണം, എങ്കിലേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതൊക്കെ അതിനു വേണ്ടിയിട്ടൊക്കെയാണ് മാഷും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പറയായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞു, വന്നു കണ്ടു അല്ലേ. നമുക്ക് തീരണം, അതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അതിനെല്ലാവരുടെയും സഹായ സഹകരണമാണ് പിതാവ് ഇപ്പോൾ ചോദിച്ചത്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം തീർച്ചയായും അവർക്ക് അനുകൂലമായ തീരുമാനത്തിലേക്ക് കടക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രശ്നപരിഹാരത്തിനുള്ള ഏതു നീക്കവും സ്വാഗതം ചെയ്യുന്നതായി മുനമ്പം സമരസമിതി പ്രതികരിച്ചു. കേരള ഗവൺമെന്റിൽ നിന്നും ശക്തമായ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശുഭാപ്തിവിശ്വാസമാണ്, ശുഭവാർത്തയാണ്. സർക്കാരിന് മനസ്സുണ്ടെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണ് മുനമ്പത്തേതെന്ന് UDF ആവർത്തിക്കുന്നതിനിടെ കൂടിയാണ് വൈകിയുള്ള സർക്കാരിന്റെ അനുനയ നീക്കം. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ സന്ദർശനത്തോടെ BJPക്ക് നഷ്ടമായ മേൽക്കൈ സർക്കാരിന് അനുകൂലമാക്കാനുള്ള ശ്രമവും നീക്കങ്ങൾക്ക് പിന്നിലുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.